Aliens. തുറന്ന് വെയ്ക്കടിയോട്ട് എന്റെ കെട്ടിന്റെ നിലവിളിയുള്ള എന്താ അവിടെ ഒന്ന് ചെന്നോക്കടി. ഒരു കുഴപ്പമുണ്ടായില്ല, ബാക്കി വന്നിട്ടിരിക്കണ്ട. എന്താ ചോരാന്നൊക്കെ പറയണ്ടല്ലോ, കയ്യങ്ങാനും മുറിഞ്ഞ് ചോര ഉണ്ടാവും. ഇന്ന് പോയൊക്കെ അമ്മാവൻ ചെല്ല്, ക്രിട്ടിക്കലാണ് എന്നെ വിളിച്ചത്. അങ്ങനെ ചോരാന്ന് പറഞ്ഞാൽ ചോര കണ്ടാ എനിക്ക് തല കറങ്ങുന്ന കണക്ക് അറിഞ്ഞൂടെ. നീ ചെന്നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഒന്ന് ചെല്ല്. ഒന്നുമില്ലെന്നേ, അവനല്ലേ വിളിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം അവളെ വിളിക്കും. അപ്പൊ പോവാ. എത്ര അടുത്തല്ല, ഒന്ന് പോയോക്കി കൂടെ. അവള് വിളിക്കട്ടെ. ഇവന്റെ എന്താ ഇതാ ചോര? ഓ എന്റെ പൊന്നെ, വിളിക്കണ കേട്ടപ്പോ ഞാൻ ഓർക്കുന്നില്ല എന്തോ പറ്റീന്ന്. ഒരു അപകടം പറ്റിയിരിക്കുമ്പോ ആശ്വസിപ്പിക്കല്ലേ. എന്തോ നീ കാണിക്കുന്നത്? നാണാവൂല്ലേ ക്ലീറ്റോന്? കാണിക്കണത് ഇത്ര കിടന്ന് നിലവിളിക്കാൻ എന്തോന്ന് പോറിയിട്ടുള്ള ആ തൊലി ഒന്ന് പോറിയതിനാണ് ഈ കിടന്ന് അലറുന്നത്. നീ പറഞ്ഞാൽ മതി. പോറിയിട്ടുള്ളൂ, എനിക്കറിയാതെ നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചല്ല, വിരല് മുറിച്ച് കളയേണ്ടി വരും. എന്റെ പൊന്നെ, നഖം വെട്ടിയപ്പോ കാലിന്റെ തൊലി ഇച്ചിരി പോയി. അത് ശരി, അതിന്റെ നിലവിളിയൊന്നുമല്ലല്ലോ കേട്ടത് അവിടെ. അതാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ആംഗിളൊക്കെ പൊക്കിളൊക്കെ എന്റെ കഴുത്ത് പോയാലും നിസ്സാരമാണല്ലോ. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, വേദന എന്റെ അല്ലടാ. എന്താടാ എന്തോ ഇതിനത്ര നിസ്സാരമായിട്ട് കാണരുത്. കൊടങ്ങാവളെ പള്ളിവിടക്കെ റാഫേലച്ചൻ മരിച്ചത് ഇതേപോലെ നഖം വെട്ടി ചോര വന്നപ്പോഴാ. ചോര വന്നപ്പോഴത്തേന് ബാൻഡേജ് മേടിക്കാൻ കടയിൽ പോയി. റോഡ് ക്രോസ് ചെയ്ത് പിന്നെ വന്ന് തട്ടി മരിച്ചു. പക്ഷെ നാട്ടിൽ ഇപ്പോഴും സംസാരം നഖം വെട്ടി മരിച്ചെന്ന. ഇതാരെങ്കിലും ഒരു ഞാൻ തുടക്കട്ടെ. ഞാൻ പോയി ബാൻഡേജ് എടുത്തോണ്ട് വരാം. പതുക്കെ 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 പതുക്കെ. അപകടം പറ്റിയപ്പോ എല്ലാവർക്കും തമാശ. പുല്ലേ പോ. ബാൻഡേഡ് കൊണ്ട് വേണ റൊണാൾഡോ നോക്കുക. കൊണ്ട് കൊടുക്കണ, ഇപ്പൊ ചാവും. എന്താ കനക ഈ ചെയ്യണത്? ആ ക്ലാമ്പോൾ ആടി കളിക്കുന്നുണ്ട്, അത് ആദ്യം ഉറപ്പിക്കേ. എന്റെ അമ്മ ആണിയിലടിക്കണ അമ്മാവൻ, ഞാൻ അതല്ലേ ചെയ്തോണ്ടിരിക്കണത്. എന്ത് ചെയ്യണേ? ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ നാട്ടുകാരെ അങ്ങനെ മിരട്ടിയിട്ടുള്ള പോലീസിന്റെ ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് കൊണ്ടാ. ഇതിങ്ങനെ എങ്ങടേ നമ്മൾ കാണുമ്പോൾ കരുതും ഇത് എളുപ്പമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇളകണ് കണ്ടില്ലേ? ഇതിങ്ങനെ പിടിച്ചിട്ട് കണ്ടതാ കണ്ടാ, ഇങ്ങനെ ഉറപ്പിക്കണം. അതല്ല ഇപ്പം ഇത് ഉറപ്പിച്ചിട്ട് എന്താ കാര്യം? ഈ കാല് കിടന്ന് ആടി കളിക്കല്ലേ, ഇതെല്ലാം ആദ്യം ഉറപ്പിക്കണ്ടേ? അല്ല, അത് ആ ക്ലാമ്പ് ഉറപ്പിച്ചിട്ട് ചെയ്താൽ മതിയല്ലോ. ഈ കാല് ഇതിൽ ഉറച്ചു കഴിഞ്ഞാൽ 4 ക്ലാമ്പിൽ പിന്നെ സ്ക്രൂ ചെയ്താൽ പിന്നെ എങ്ങടെ ഇളകുക? ഇത് ആദ്യം ഉറപ്പിക്കണം. ഇതിനെങ്ങനെ അറിയാം? ഇതിപ്പോ നമ്മൾ ഈ ആണി ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. ഈ ആണി ഇങ്ങോട്ട് വെച്ചിട്ട് വെറുതെ അങ്ങോട്ട് അടിക്കരുത്, അപ്പൊ ആണി തെറിച്ചു പോകും. ഈ ഇളകണ സ്ഥലത്ത് ഈ ആണി ഇതെങ്ങനെ വെച്ചിട്ട് കണ്ടാ ഇങ്ങനെ പതുക്കെ ഒരു 4 അടി അടിക്കണം. കണ്ടാ 4 അടി ചരിഞ്ഞു പോയി. അങ്ങനെ ഇതിലേക്ക് അടിക്കണ്ടേ? നേരിട്ട് ഇതിലടിച്ചിട്ട് കാര്യമില്ല, ഈ കാലിലേക്ക് അടിക്കണം. ഇപ്പൊ ഇതിൽ ഉറച്ച്, ഇനി ഇത് തെറിക്കില്ല. ഇല്ല, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കടിക്കണം. വളഞ്ഞു പോയല്ലോ. ഇതങ്ങനെ കാര്യമില്ലല്ലോ. അത് പൊട്ടിയല്ലേ? അല്ല, അത് ഇത് ഇവിടുന്ന് വിട്ടതാ.
അതെ ആ കാല് പൊട്ടി. അത് ആണി ശരിയല്ല. അയ്യോ ആ കാല് പൊട്ടി. അതെ അത് ഇനി ഈ കാല് മാറ്റിയല്ലേ പറ്റുള്ളൂ. ഇത് ആരെ മാറ്റണം? അതിനെന്ത് ബഹളം വെക്കില്ല. അതിപ്പോ ഇന്നറിയോ ഈ ആണി പഴയതായോണ്ടേ വല്ല കാര്യമുള്ളതാണോ ഇത്? അതിപ്പോ കുഴപ്പമില്ല. ഈ ഇനി ഇത് എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇനി ഇതിന്റെ ഈ സാധനം പോയി ഇതുപോലെ ഷേപ്പിൽ കിട്ടണ്ടേ? ഇതുപോലെ ഷേപ്പിൽ ഇല്ലെങ്കിൽ വന്ന് ഇരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഒരു ചേർച്ച മാറ്റാ, ഒരു കാലം മാറ്റാൻ മതി. ഈ പൊളിഞ്ഞ എന്തിനീ അത്യാഗ്രഹം കാണിക്കണത്? ഞാൻ മര്യാദക്ക് ചെയ്തോണ്ടിരുന്നാണല്ലോ, ചെറുതായിട്ട് ചെയ്തോണ്ടിരുന്നത്. എന്താ ഈ കസര ശരിയായോ? ശരിയായി, നന്നായിരിക്കുന്നു. ഇതൊക്കെ കാലങ്ങ് പോയി. അയ്യോ ഇനി ഇത് ശരിയാവണമെന്നുണ്ടെങ്കിൽ വേറെ കാര്യം പിടിച്ച് വെക്കണം, എങ്കിലേ ശരിയാവുള്ളൂ. അല്ലേ നീ ചായ പിടിക്കും. ഈ ഒരു കാര്യം ചെയ്യേ, ഇതില്ലേ അവിടെ അകത്ത് കൊണ്ടക്കില്ലേ മോളെ, നമുക്ക് നാളെ ഒരു ആശാരി വിളിച്ചിട്ട് ഈ കാല് മാറ്റിക്കാം. എന്തിന്? ഞാനിത് സാവകാശം പയ്യെ ചെയ്തു പോയനെ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് വനദേവതയുടെ അനുവാദം മേടിച്ചിട്ട് വേണം തടി തൊടാനും. വനദേവതയുടെ അനുവാദം മേടിച്ച് തടി സ്പർശിച്ച് ഇരുമ്പ് ദേവനോട് അനുവാദം മേടിച്ചിട്ട് ആണി അടിച്ചിറക്കി കാല് 4 വഴിക്ക് തീർന്നല്ല, സമാനായല്ലേ? എന്തിനാടാ അതിന് ഇങ്ങനെ ചൂടാവണത്? ഇതൊന്ന് കാല് മാറ്റിയ പോരെ? ഓ അല്ലെന്നേ, എന്താ അപ്പുറത്തെ ടീച്ചേഴ്സിന്റെ ശബ്ദം കേട്ടത്? അവനെ പാണ്ടിലൂർ ഇടിച്ചു. അയ്യോ ആ തരത്തിലുള്ള വിളിയായിരുന്നു. നഖം വെട്ടിയപ്പോ ബ്ലേഡ് കൊണ്ട് ഈ സൈഡ് അല്പം ഇളകിപ്പോയി. അതിനാണ് കിടന്നല്ലേ വിളിച്ചത്. ശരിക്കും പറഞ്ഞ എന്തായാലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ നീ അങ്ങനെ തന്നെയല്ലേ? ഒരു ചെറിയ കാര്യത്തിന് നീ എന്തൊക്കെ കോലാകലം കാണിക്കും. ഇപ്പൊ നിസാർ ഈ കാലം നൽകിയപ്പോ ഈ എന്തൊക്കെ പറഞ്ഞു? അതായ കാര്യം. പിന്നെ അല്ല, ശരിക്കും പറഞ്ഞ കേട്ടാ പൊടി കാണാൻ പോലും ഇല്ല. ഞാൻ ഒരു നാറ്റപ്പൂച്ച വിളിച്ച് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ടൊക്കെ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി ആദ്യം എടുത്ത് നടുവേന പോണ്ട, ഞങ്ങൾ കൊണ്ടുവച്ചോളാം. ഞാൻ കൊണ്ട് നീ വേണ്ട, ഞാൻ എടുത്തോളി. ഇതങ്ങ് വെച്ചോ, ഇത് ആണി ഇത് വെച്ചോ. ഏത് നേരത്തെ പറ്റി ഇത് സഹായിക്കാൻ തോന്നിയാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്ത് ഉളാക്കണേക്കാളും. പക്ഷെ എന്നാലും ആ കാല് കേടുന്നില്ലേ? ഇനിയിപ്പോ അത് മാറ്റിട്ട് അമ്മാവ് ഇതിൽ കയറിയിരുന്നാൽ മതി. അല്ല പിന്നെ എന്ത്, ഇത് വെറുതെ ആ ചായപ്പി കിടന്നതാണ്. പക്ഷെ എന്തൊരു ഇങ്ങനെ ഇപ്പോഴേ പഠിച്ചോ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ തൂക്കാനുള്ളതാണ്. അതന്നെ ആടി. എന്റെ പൊന്നെ, ഞാനിത് എന്തേ കാണണത്? തൂക്കുന്നവൻ ഞാൻ നീ ചൂലെടുത്തിട്ട് പോയപ്പോ വിചാരിച്ചേ എന്തോ കട്ടിലിന്റെ അടിയിലോട്ട് വീണിട്ടുണ്ട്, അത് തോണ്ടിയെടുക്കാനാന്നാ. എന്റെ മോക്ക് എന്ത് പറ്റി? ഓ, ഇവിടെ ആരാണ് റെയില് തൂക്കുന്നത്? ആരാടി? അല്ല ആരാ ആരാ? ആരാ? അമ്മ ആണ്. എന്നിട്ട് അങ്ങോട്ട് തറയിലോട്ടൊന്ന് നോക്കിക്കേ. അത് പിന്നെ വീടാകുമ്പോ പൊടി ഉണ്ടാവില്ലേ? നീ ഇവിടെ ഇട്ടതേ കൊണ്ടുവന്നേ. ഇങ്ങനെയല്ല, ആ കൊച്ചിനെ കൊണ്ട് വിട. അവൻ പഠിക്കട്ടെ. ഒരു 4 വർഷം കഴിയുമ്പോ ഇവൻ തൂക്കണം അതെല്ലാം. ആദ്യം നീ നന്നായിട്ട് തൂക്കാൻ പഠിക്കതേ. ആ വാതിലിന്റെ അടിയിലൊക്കെ നിറയെ പൊടിയാണ്. അതൊക്കെ നല്ലോണം തൂത്തെടുക്ക്. എന്തായാലും ഡെയിലി തൂക്കുമ്പോ അമ്മ വൃത്തിക്ക് തൂക്കുമായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ പൊടി അടുങ്ങുമായിരുന്നാ. മര്യാദക്ക് ചെയ്യണം ഒരു ജോലി ചെയ്യുമ്പോ. കൊള്ളാലോ, ആണ്ടിനും സംക്രാന്തിക്കും ചൂലെടുത്തിട്ട് അവള് 4 ആട്ടാട്ടും. അഴുക്കുള്ളതുകൊണ്ടാണ് ഞാൻ തൂക്കാന്ന് വിചാരിച്ചത്. മതി മതി മതി. പ്രാക്ടീസ് ആ പൊടിയിൽ കൊണ്ട് ആ കൊച്ചിനെ ഇട്ടിട്ട് കാണിക്കണുണ്ട് അവള്. അമ്മ ഇവനെ കൊണ്ടുപോവോ? ഇനി പ്രാക്ടീസ് നാളെ. ഇനി ചേച്ചി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇരുന്ന് പഠിച്ചത്തേ. കുഞ്ഞേ, അവിടെ വെച്ച് അമ്മയുടെ മോന് ഇവിടെ വാ, ഇവിടെ വാ. അമ്മ, ഓ ബ്ലേഡാ. നീ അവനെ ഇങ്ങ് കൊണ്ടുവാ. അമ്മ കൈ മുറിഞ്ഞു. അയ്യോ, വാ. വന്നേ. എന്താന്ന്? കൈ മുറിഞ്ഞു. കൈ മുറിഞ്ഞ? ദൈവമേ, ചോര. അവിടെ ബ്ലേഡ്. എന്തോടെ കൈ പിന്നെ ഇട്ട് തൂക്കല്ലേ അതിനകത്ത്? ഞാൻ കൈ ബ്ലേഡ്. എവിടെ ബ്ലേഡ്. അതെങ്ങനെ ബ്ലേഡ് അവിടെ വന്നത്? ഇന്നലെ ദൈവമേ, കൊച്ചി ഇത്രയും നേരം ഇവിടെ നിക്കുന്നില്ല. സാരില്ല, അമ്മ ഇച്ചിരി ഐസായിട്ട് എടുത്ത് വെക്ക്. ബാബാ കൊള്ളാം. എന്തായാലും ഇത് എങ്ങനെ ഇവിടെ ബ്ലേഡ് വന്ന് വീണത്? ദേഷ്യം വന്ന് വലിച്ചെറിഞ്ഞില്ല ആ ബ്ലേഡാ. പിന്നെ ദേഷ്യം വരുമ്പോ നീ അവിടെ ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഓ, ആ ബ്ലേഡ് ആയിരുന്നാ? ബെസ്റ്റ്. അതിനെ തൂക്കണതിന് മുമ്പ് തൂക്കുന്ന ആള് നോക്കണം. ആദ്യം തറയിൽ മുട്ടുസൂചി, പിന്ന്, ആണി, സ്ലൈഡ്, കുപ്പിച്ചില് ഇതൊക്കെ കിടക്കണം നോക്കണം. നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ. തൂക്കുന്നതിന് മുമ്പ് മച്ചമ്പ എന്നിട്ടേ ഇത്ര സാധനങ്ങൾ ഇവിടെ ഇല്ലാന്ന് ഉറപ്പുവരുത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ പെണ്ണുങ്ങൾ തൂക്കാവേ. ഇനി വർത്താനം പറഞ്ഞു വെക്കാതെ ഒരു ബാൻഡേഡ് നല്ലത് മേടിച്ചിട്ടുണ്ട്. നിക്കുന്നില്ല, ഇതാക്കുന്നില്ല. ഇച്ചിരി ഐസ് വെച്ച് ഉച്ചിലേന്ന് വെക്കാം. ഞാൻ പോയി ബാൻഡേജ് മേടിച്ചു. ഉണ്ടോ അമ്മ? ഇപ്പൊ തൽക്കാലം കെട്ടിത്തരാം. ബാൻഡേജ് മേടിക്കാൻ പോണതേ ഈ രക്തം കണ്ടിട്ടാണ് പോണത്. പോണ വഴിയിൽ ഇന്നോവ തട്ടാൻ നോക്കിക്കോളേ. ഇത്ര
അത്തരം പേടിയൊന്നും എനിക്കില്ല മച്ചമ്പി. ചോരണ്ട, ഞാൻ പേടിക്കത്തില്ല. ഓ, വലിയ കഥയൊക്കെ പറഞ്ഞു. എവിടെ നന്നായിട്ട് മുറിഞ്ഞാ? ഇച്ചിരി ആഴത്തിലുണ്ട്. പത്രം വായിക്കാറുണ്ടോ നീ? ടി വിയിൽ വാർത്ത കേൾക്കാറുണ്ടോ? ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഓരോ വാർത്തകൾ വരുമ്പോഴേ വേറെ വാർത്തകളല്ല കേൾക്കേണ്ടത്. നാട്ടിൽ എന്തൊക്കെ നടക്കണം എന്നറിയണം. ചന്ദ്രനെ പറ്റി കേട്ടിട്ടുണ്ടോ നീ? ഇവിടെ ആളുകൾ ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ പോയി താമസിക്കാൻ തുടങ്ങി. അറിഞ്ഞാൽ മതി. നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് നീ പഴയ അന്ധവിശ്വാസം കൊണ്ടുവന്നേക്കുന്നത്. എങ്ങാണ്ടാ ഏതോ ഒരു അച്ഛനെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ് നീ പോകില്ലെന്ന് വെച്ചാ. അച്ഛമ്പി, അത് അന്ധവിശ്വാസമല്ല, നടന്ന സംഭവം. കൊടക്കാവളെ നടന്ന സംഭവം അത്. അതുപോലെ ഈ ചന്ദ്രയാനെ കുറിച്ച് പത്രത്തിൽ തന്നെ എന്റെ വാരഫലത്തിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഈ ആഴ്ച അപകട സാധ്യത ഉണ്ടെന്ന്. എന്റെ കാര്യം അറിയാലോ, എപ്പ എങ്ങനെ എതിരാ വയ്യാവേരി വന്നു കയറാന്ന് അറിയാത്തില്ല. അച്ഛമ്മയ്ക്ക് ഒരുപാട് സഹായം. ഒരു 2 ബാൻഡേജ്. ഈ കൊച്ചിനെങ്ങനെ ഇപ്പൊ? അവളത് കൈ നോക്കിക്കൊണ്ട് ഞാൻ ബാൻഡേജ് കൊണ്ട് ചെന്നിട്ട് വേണം അത് ഒട്ടിക്കാൻ. പിന്നെ പോയി മേടിച്ചോണ്ട് പോവാ ഇവിടുന്ന്. അച്ഛമ്മ, ഞാൻ പറഞ്ഞില്ല എന്റെ. നീ പോയി മേടിച്ചോ, ഞാൻ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട്. അച്ഛമ്മി, അച്ഛമ്മി മേടിച്ചോടാ. എത്രയോ പ്രാവശ്യം ചന്തയിൽ പോയി ചീനിയും കിഴങ്ങും മീനും ഞാൻ മേടിച്ചോണ്ടെന്നു അച്ഛമ്മി. ഒരു 2 ബാൻഡേജ്. കനകനവിടെ മുറ്റത്തിറങ്ങി. എന്തവിടെ? മാമ എനിക്ക് ചെറിയൊരു സഹായം ചെയ്യണം. പിന്നെ 2 ബാൻഡേജ് മേടിച്ചോണ്ട് തരൂ. എന്തിനാടാ അത്? കാലൊന്നും മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൽ തുണി വെച്ച് ചിറ്റിനാണല്ലോ പറഞ്ഞു. പിന്നെന്താ? കാലല്ല, കയ്യാ മുറിഞ്ഞ്. പോടാ, കാലല്ലേ മുറിഞ്ഞേ? കയ്യാ മുറിഞ്ഞു. മുത്തിന്റെ കൈ ചപ്പ് വാരിയപ്പോ അതിനകത്ത് ബ്ലേഡ് കിടന്ന് മുത്തിന്റെ കൈ ചന്നാ പിന്നാ മുറിഞ്ഞു. കുട്ടിയുടെ കയ്യും മുറിഞ്ഞ? അപ്പൊ അതിന് റോഡിൽ നിന്ന് 2 ബാൻഡേജ് മേടിക്കാൻ. എടാ, എന്നാ പോയി മേടിച്ചിട്ട് വേടാ. ഇന്നോവ ഒരു ഇടിക്കും. ഇന്നോവ ഇടിക്കും? അതല്ല, എന്നെ പൈസ കൊടുക്കാനുള്ള 2 പേര് എന്നെ ഇന്നോവ തിരക്കി കിടക്കുന്ന വർക്ക്ഷോപ്പിലെ ഉണ്ണി എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാനായിട്ട് ഇറങ്ങി ചെന്നൊരു വിഷയമാവും. 2 ബാൻഡേജ്. ഇവന്റെ ഒരു കാര്യം, കുട്ടിക്ക് മുറിയായിരിക്കുമ്പോ ബാൻഡേജ് മേടിച്ചു വരാണ്ട. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. കലാമച്ചമ്പി എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വരും, കിട്ടും, തരാം. ഞാനും സുരേഷും സഹായദാസോടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ആള് മൊത്തം കുടുങ്ങിക്കല്ലേ. ഞങ്ങളകത്തേക്ക് കയറുമ്പോ ഫാനിൽ തൂങ്ങിക്കുക കൊച്ചു. പേടിയായില്ലേടാ? ഇവിടെ എത്ര കണ്ടിരിക്കുന്നടി ഇത്. തൂങ്ങി നിൽക്കുന്നത്, വെട്ടിമുറിച്ചത്, കാലില്ലാത്ത കൈയില്ലാത്ത കണ്ടോണ്ടിരിക്കല്ലേ ഡെയിലി. നമുക്കങ്ങനെ പേടിയാവൂല. സാറ് പറഞ്ഞ് കനക ഒരു കാര്യം ചെയ്യ്, ചുറ്റും നിരീക്ഷിക്കാൻ പറഞ്ഞു. മറ്റു പറഞ്ഞ് ചെറിയ പേടിയുണ്ട്. ഞാൻ പോയി അകത്ത് ശവത്തിൻ്റെ അടുത്ത് നിൽക്കുക. ഞങ്ങൾ ചുറ്റും നോക്കുമ്പോൾ ഒരു കത്തി. നീ ആദ്യം നിന്റെ കത്തി ഒന്ന് നിർത്തൂ. ഇവിടെ കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ കഥ പറ. എടാ, ഇതിനകത്ത് എന്തൊരു അവിശ്വസനീയതയുള്ളത്? ഞങ്ങൾക്കൊക്കെ വിശ്വാസമാവുന്നുണ്ടല്ലോ. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? നിങ്ങളൊന്ന് കേക്കി. എന്തോന്ന് ഇത് പറയണത്? അല്ല, അപ്പൊ കത്തി വെച്ച് കുത്തി കൊന്നിട്ടാണ് ചാടിയത്. അതിന്റെ പിന്നിൽ എന്താണ് അന്വേഷണം നടക്കണമെന്നല്ലേ ഉള്ളൂ. അല്ല, എന്നാ പാട് ദേഹത്തെ എവിടെയെങ്കിലും ഒരു മുറിവ് എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, എല്ലാവരും കൂടെ അന്വേഷിക്കാൻ ഇറങ്ങി ഉദ്യോഗസ്ഥരെ. അല്ല മക്കളെ, പബ്ലിക് അറിഞ്ഞ കാര്യങ്ങളെ പബ്ലിക് അറിയാവൂ. കോൺഫിഡൻസ് ഇല്ല. ഇത്രയും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞൂടാ. ബാക്കി കഥ അവൻ എഴുതണേ ഉള്ളൂ, പറയും. ബാൻഡേജ് മേടിക്കുമ്പോ അമ്മാവന് ഇതുവരെ വന്നില്ല. നേര് ഒന്ന് വിളിച്ചു നോക്കടാ. അല്ലെങ്കിൽ വേണ്ട, ഇനി കിട്ടിയില്ലെങ്കിൽ ബാൻഡേജിന് നിരക്കി നടക്കാതിരിക്കും. വേണ്ടാന്ന് പറ. ഞാനല്ലേ വിട്ടെ. നിന്നല്ലേ പറഞ്ഞു വിട്ടോ, നിനക്ക് പൊക്കൂടായിരുന്നു. ഞാൻ മറ്റേ റാഫേലച്ചന്റെ അല്ല കൊടങ്ങാവളെ പറ്റിയ അപകടത്തിന്റെ ഒരു പേടിയുണ്ട്. കുടുംബം മൊത്തം ഇങ്ങനെയാണോ? എന്ത്? അല്ല, ഒരു നാഗത്തിന്റെ അവിടെ ഇച്ചിരി. ഹലോ, നിങ്ങളാരാ? ഏത് ഹോസ്പിറ്റല്? എവിടെ? സംഭവ സ്ഥലത്ത്. ശരി, ഓക്കെ. എന്താ ഇത് ഈ ഫോൺ ഇപ്പോ അമ്മാവന്റെ ഫോൺ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടി. ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചിട്ടില്ല. എവിടെ? ഏത് ഹോസ്പിറ്റല്? സികെ ഹോസ്പിറ്റല്. അമ്മാവൻ എവിടെ? അറിഞ്ഞൂടാ. ഈ അപകടം നടത്തുന്ന കിട്ടിയ ഫോണാണ്. ആ ആളുടെ കയ്യിൽ ഈ ഫോൺ, അമ്മാവന്റെ ഫോൺ ഇരിപ്പുണ്ട്. അന്ധവിശ്വാസം ഒന്നും പറഞ്ഞ് എല്ലാരോടും എന്നെ മുഴുവനെ നിർത്തിയില്ലേ? ഇപ്പൊ ഞാൻ പോയായിരുന്നെങ്കിലോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ പൈസ എടുക്കാൻ പോയതാ.
വരും വരും ഞങ്ങൾ ആരെങ്കിലും വരണോ? വേണ്ട വേണ്ട വിളിച്ചോളാം. നിനക്ക് അങ്ങ് പോയാ മതിയായിരുന്നില്ല. എന്തിനീ പ്രായമുള്ള അമ്മാവനെയൊക്കെ വിടുന്നത് നീ? ഞാനെന്റെ പേടിയുണ്ട്. വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്ന് പണ്ടുള്ളവർ പറഞ്ഞ എത്ര വാസ്തവ. അല്ല അമ്മാവന് ആ എന്താ കനക, ഞാൻ ഇവിടെ വീട്ടിലെത്തി. അല്ല അതെ, ഞാൻ ഈ കുട്ടിക്ക് ബാൻഡേജ് മേടിച്ചിട്ട് വരുന്ന സമയത്ത് ടൗണിൽ വെച്ച് എൻ്റെ ഫോൺ മിസ്സായി. പിന്നെ കുറെ കഴിഞ്ഞ് ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഫോൺ കിട്ടിയ ആളെ സ്റ്റേഷനിൽ എത്തിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ഫോൺ മേടിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. എങ്ങനെ പോയിന്നോ? അതൊക്കെ ഒരു കഥയാ. നിങ്ങളിട്ട് വന്നിട്ട് ഞാൻ പറയാം. ഞാൻ ഇവിടെ വീട്ടിലെത്തി. ആ ഒരു കുഴപ്പമില്ല. അമ്മാവന് കുഴപ്പമൊന്നുമില്ലേ? എന്ത് കുഴപ്പം? അല്ല അമ്മാവന് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ്. എനിക്കോ? ആരാണ്ട് വിളിച്ചു പറഞ്ഞതല്ലേ മറ്റേ രണ്ടോടും ചാടി എടുത്തോണ്ട് പോയെ? എടാ എനിക്കല്ല ആക്സിഡന്റ് ആയത്. ഞാൻ ബാൻഡേജ് മേടിച്ചിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഇനോവ വണ്ടി വന്നിട്ട് ഒരാളെ തട്ടിയേണ്ടിട്ട്. ഇന്നോവയോ? ആ അപ്പൊ തന്നെ ഞാൻ എല്ലാവരും കൂട്ടിയിട്ട് ധൃതിയിൽ ഇയാളെ പിടിച്ചിട്ട് ആ ഇനോവ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ഫോൺ മിസ്സായി. പിന്നെ ഹോസ്പിറ്റലിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് മറ്റേ ഫോൺ നോക്കുമ്പോൾ ഫോൺ കിട്ടിയാൽ സ്റ്റേഷനിൽ കൊടുത്തു പറഞ്ഞ് അവിടെ ചെന്നിട്ട് ആ ഫോൺ മേടിച്ചിട്ട് അപ്പൊ ഞാൻ വരും. എടാ ഈ ഇനോവ ഇന്നെ ഇടിക്കേണ്ടതാണേ. തലനാരിഴയ്ക്കാ ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ അങ്ങോട്ട് മാറിയോണ്ട് എൻ്റെ മുമ്പിലുള്ള ഇളനാണ്ട് ഇടിച്ച്. ദൈവമേ. അല്ല അന്നെ തിരക്കിയിട്ട് ആരോ ഇനോവയിൽ 2 ആൾ വരുന്നുണ്ട് പറഞ്ഞിട്ട് ആ ഇനോവ ഇതുവരെ വന്നില്ലേ? കർത്താവേ കാത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നെ തിരക്കി വന്ന് ഇന്നോവയെ അമ്മാവെ തിരക്കി വന്ന് ദൈവകൃപയെ ഒരു ഇഞ്ച് മാറിപ്പോയെന്നേ ഉള്ളൂ. അല്ല എന്റെ ബാൻഡേജ് ഇവിടെ. അയ്യോ ഫോണ് കാണാതെ പോയ കൂട്ടത്തിൽ ബാൻഡേജ് കാണാതെ പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഞാൻ വേണം വേറെ മേടിച്ചിട്ട് വരാം. വേണ്ട വേണ്ടല്ലേ? വേണ്ട. Aliens